Hi guys, welcome back to my channel. So in we making a asymmetrical crochet top. So let's get started. This project we use acrylic yarn. So you can use yarn. This is yarn I choose. So adine yarn a crochet hook. 4mm crochet hook use. Needles stitch markers then finally scissors. These materials are we project use. Now let's start the video. We first the front panel. Front panel first as usual slip knot start cheya. Adinishesham chain 77 ആണ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ടോപ്പിൻ്റെ ലെങ്ത് എത്രയാണോ നിങ്ങൾക്ക് മെഷർമെൻറ്റ് വേണ്ടത് അത്രയും ചെയിൻസ് കൗണ്ട് ചെയ്ത് ചെയ്യുക. സോ എനിക്ക് ലെങ്ത് എൻ്റെ കറക്റ്റ് ലെങ്ത്തിന് ഉള്ള ചെയിൻസാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. സോ 77 ടോട്ടൽ. ഞാൻ 77 ചെയിൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റോ 1 സ്റ്റാർട്ട് ചെയ്യാം. റോ 1 സ്റ്റാർട്ട് ചെയ്യാനായിട്ട് you can add one more chain. ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ യാൺ ഓവർ ചെയ്തിട്ടാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇൻറ്റു സെക്കൻഡ് ചെയിൻ ഫ്രം ഹുക്ക്, അതായത് നിങ്ങളുടെ ഹുക്കിൽ നിന്ന് കൗണ്ട് ചെയ്തിട്ടുള്ള സെക്കൻഡ് ചെയിനിലാണ് നമ്മൾ യാൺ ഓവർ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് മാർക്ക് ചെയ്യാം. ഇത് നമുക്ക് ഈ ഒരു റോ കംപ്ലീറ്റ് ചെയ്യാം. അതായത് യാൺ ഓവർ സ്ലിപ്പ് സ്റ്റിച്ച് എല്ലാ ചെയിനിലും എൻഡ് വരെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. സോ നമ്മൾ റോ 1 കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് റോ 2യിലേക്ക് പോവാം. റോ 2 ചെയ്യാനായിട്ട് ഫസ്റ്റ് ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. സെയിം നമ്മൾ യാൺ ഓവർ സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ബട്ട് ചെറിയൊരു ചേഞ്ച്. നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ച് എന്ന് വെച്ചാൽ, അതായത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന വി സ്റ്റിച്ചില്ലേ, ആ ഒരു വി സ്റ്റിച്ചിന് ഫ്രണ്ടിൽ ഒരു സ്റ്റിച്ചുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു കളറായതുകൊണ്ട് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കണ്ടോ, ആ ഒരു അതായത് വി സ്റ്റിച്ചിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന സ്റ്റിച്ചുണ്ട്. ആ സ്റ്റിച്ചിലാണ് നമ്മൾ യാൺ ഓവർ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്റ്റിച്ച് മാർക്ക് ചെയ്യാം. അതുപോലെ ഫ്രണ്ട് തേർഡ് സ്റ്റിച്ചിൽ ഫ്രണ്ട് തേർഡ് ലൂപ്സിൽ നമ്മൾ ഇതുപോലെ ടിൽ എൻഡ് വരെ കംപ്ലീറ്റ് ചെയ്യാം. ആ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന സ്റ്റിച്ചിൽ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്നും കൂടെ നോക്കുമ്പോൾ മനസ്സിലാവും എവിടെയാണെന്ന്. അതായത് നിങ്ങളുടെ നോർമൽ നമ്മുടെ വി സ്റ്റിച്ചില്ലേ, ആ വി സ്റ്റിച്ചിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ആ സ്റ്റിച്ച് കാണുന്നത്. അപ്പോൾ നമ്മൾ
ഫൈനൽ സ്റ്റിച്ചിലെത്തിയിട്ടുണ്ട്. ഫൈനൽ സ്റ്റിച്ചിൽ സെയിം നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുക. yarn over slip stitch. അങ്ങനെ റോ 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി റോ 3യിൽ ചെയിൻ 1 ടേൺ ചെയ്യാം. ദെൻ ഇനി നമ്മൾ ചെയ്യുന്നത് നേരത്തെ ചെയ്ത ലൂപ്പിലല്ല, ഇനി നമ്മൾ ബാക്ക് ലൂപ്പിലാണ്, അതായത് വി സ്റ്റിച്ചിലെ ഫസ്റ്റിൽ. സോ ദറ്റ്സ് കോൾഡ് ബാക്ക് ലൂപ്പ്. നമ്മൾ ബാക്ക് ലൂപ്പിൽ yarn over slip stitch ചെയ്യുക. ലാസ്റ്റ് ഒരു സ്റ്റിച്ച് വിട്ടിട്ട് അതിന് തൊട്ട് മുന്നേ വരെ നമുക്ക് ഈ ഒരു സെയിം ചെയ്യാം. ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 2 ടൈംസ് yarn over slip stitch ചെയ്യും. അതായത് നമ്മുടെ ടോപ്പ് എസിമെട്രിക്കലാണല്ലോ, അപ്പം നമുക്ക് ആ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റോ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ച് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ 2 ടൈംസാണ് yarn over slip stitch ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ റോ 3 കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് റോ 4ൽ എഗെയിൻ നമ്മൾ ചെയിൻ 1 ടേൺ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് തേർഡ് ലൂപ്പിൽ, അതായത് നമ്മൾ ലാസ്റ്റ് ചെയ്തതിന് തൊട്ട് മുന്നേ നമ്മൾ ചെയ്തില്ല വി സ്റ്റിച്ചിൻ്റെ ഫസ്റ്റ് കാണുന്ന സ്റ്റിച്ചിൽ കണ്ടില്ലേ, ഫ്രണ്ട് കാണുന്ന നമ്മുടെ ആ സ്റ്റിച്ചിൽ അതാണ് വി സ്റ്റിച്ച്. സോ അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു സ്റ്റിച്ചാണ് നിങ്ങൾക്ക് ഒരു ഇതിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, കുറച്ചും കൂടെ വെട്ടോട്ടല്ലേ. അപ്പോൾ ആ സ്റ്റിച്ചിലാണ് നമ്മൾ ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ ടിൽ എൻഡ് വരെ ചെയ്യുക. സോ നിങ്ങൾക്ക് സ്റ്റിച്ച് മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് റോ വരുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് മാർക്ക് എല്ലാ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഫസ്റ്റ് സ്റ്റിച്ചിൽ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട് തേർഡ് ലൂപ്സിലും നമുക്ക് ഇതുപോലെ yarn over slip stitch ചെയ്യാം. അപ്പം സ്റ്റിച്ച് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്, കാരണം നമുക്ക് സ്റ്റിച്ച് മിസ്സാവരുത്. സോ ഞാൻ എഗെയിൻ ഒന്ന് കാണിച്ചു തന്നെയാണ് വീഡിയോയിൽ. അതായത് ഫസ്റ്റ് കാണുന്ന നമ്മുടെ വി സ്റ്റിച്ചിന് ഫ്രണ്ടിലുള്ള ലൂപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ലൂസായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. എൻ്റെ യാന് കുറച്ചും കൂടി ഇച്ചിരി ഞാൻ ഉദ്ദേശിച്ച ടെക്സ്ചർ ആയിരുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഹുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾക്ക് കോട്ടൺ യാൻ വേണമെങ്കിൽ അത് പ്രിഫർ ചെയ്യാം. സോ നമ്മൾ ഇത് ടിൽ എൻഡ് വരെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ ഫൈനൽ സ്റ്റിച്ചിലെത്തിയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. yarn over സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, സോ നമുക്ക് റോ 4 കംപ്ലീറ്റഡ് ആവും. നമുക്കിനി റോ 5ലേക്ക് മൂവ് ചെയ്യാം. റോ 5 ചെയ്യാനായിട്ട് നമ്മൾ ചെയിൻ 1 ടേൺ ദ വർക്ക്. ഇനി നമ്മൾ ചെയ്യുന്നത് ബാക്ക് ലൂപ്പിലാണ്. So before we do the front third loops, now we are going to do the back loops. Okay, അപ്പോൾ ബാക്ക് ലൂപ്സിലാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഹുക്ക്. അതായത് വി സ്റ്റിച്ചിൻ്റെ കാണുന്ന ഫസ്റ്റ് സ്റ്റിച്ചാണ്, ലൂപ്പാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് സ്റ്റിച്ച് മാർക്ക് ചെയ്യാം. ഇത് നമ്മൾ ടിൽ എൻഡ് വരെ കംപ്ലീറ്റ് ചെയ്യുക.
സോ നമ്മുടെ ഫൈനൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം നമുക്ക്. അതിന് നമ്മൾ റോ 5 കംപ്ലീറ്റ് ചെയ്തു. ഇനി റോ 6-ന് ചെയിൻ 1, ടേൺ ദ വർക്ക്. സോ ഈ റോയിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന റോയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ 2 യാൺ ഓവർ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഫ്രണ്ട് തേർഡ് ലൂപ്സിൽ നമ്മൾ 2 ടൈംസാണ് യാൺ ഓവർ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടോപ്പിൻ്റെ ഷേപ്പ് എസിമെട്രിക്കൽ ആയതുകൊണ്ട് ഫ്രണ്ട് പാനലിൽ നമ്മൾ വൺ സൈഡ് നമ്മൾ ആ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 ടൈംസ് യാൺ ഓവർ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റോ എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, സോ നമുക്ക് ടിൽ എൻഡ് വരെ തന്നെ ഇനി യാൺ ഓവർ സ്ലിപ്പ് സ്റ്റിച്ച് ഓരോന്നായിട്ട് 1 ടൈം ചെയ്താൽ മതി. ഫസ്റ്റ് സ്റ്റിച്ചിൽ മാത്രമേ നമ്മൾ 2 ടൈംസ് ചെയ്യത്തുള്ളൂ. ദെൻ നമ്മൾ ഈച്ച് 1 വീതം നമുക്ക് ടിൽ എൻഡ് വരെ കണ്ടിന്യൂ ചെയ്യാം. നമ്മളെല്ലാ ഫൈനൽ സ്ലിപ്പ് സ്റ്റിച്ചും ചെയ്തു. ഇനി റോ 7 ചെയ്യാം. അതിന് ചെയിൻ 1, ടേൺ ദ വർക്ക്. സോ റോ 7-ൽ നമ്മൾ യാൺ ഓവർ സ്ലിപ്പ് സ്റ്റിച്ച് ഇൻ ദ ബാക്ക് ലൂപ്സ് ആണ്. ഇത് നമ്മൾ ടിൽ എൻഡ് വരെ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. സെയിം ബാക്ക് ലൂപ്സിൽ യാൺ ഓവർ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. റോ 7 നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റോ 2 മുതൽ റോ 7 വരെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അതായത് യു ക്യാൻ കണ്ടിന്യൂ റോ 2 ടു റോ 7 അൻറ്റിൽ യു റീച്ച് യുവർ വിത്ത്. ഓക്കെ, നിങ്ങളുടെ വിത്ത് എത്രയാണോ ബോഡിയിൽ വെച്ച് നോക്കിയിട്ട് ആ വിത്ത് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് റോസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇത്രയും റോസാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബോഡിയിലൊന്ന് വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് മെഷർമെൻ്റ് അനുസരിച്ചിട്ട് ചെയ്യാം. സോ നമുക്കിനി ബാക്ക് പാനലിലേക്ക് പോകാം. ബാക്ക് പാനൽ ചെയ്യാനായിട്ട് നിങ്ങൾ യാൺ എടുക്കുക, സെയിം യാൺ, ദെൻ സ്ലിപ്പ് നോട്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്യുന്നത്, അതായത് നമ്മുടെ ഫ്രണ്ട് പാനൽ നമ്മൾ എത്ര ചെയിനാണോ ചെയ്തത് ആ ചെയിനിൽ നിന്ന് നമ്മൾ 20 ചെയിൻ മൈനസ് ചെയ്യുക. ഓക്കെ, സോ ഞാൻ 77 ചെയിനാണ് ചെയ്തത്. അതിൽ ഞാൻ 20 മൈനസ് ചെയ്തപ്പോൾ ചെയിൻ 57 ആണ് ഞാൻ ടോട്ടൽ ബാക്ക് പാനലിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് റോ 1-ലേക്ക് മൂവ് ചെയ്യാം. റോ 1 ചെയ്യാനായിട്ട് ചെയിൻ 1, ദെൻ ടേൺ ദ വർക്ക്. അതിനുശേഷം നമുക്ക് ഹുക്കിൽ സെക്കൻഡ് ചെയിൻ ഫ്രം ഹുക്കിൽ നിന്ന് നമുക്ക് യാൺ ഓവർ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ടിൽ എൻഡ് വരെ ഇത് കണ്ടിന്യൂ ചെയ്യുക. സോ നമ്മൾ റോ 1 കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് റോ 2 ചെയ്യാം. റോ 2 ചെയ്യാനായിട്ട് ചെയിൻ 1, ടേൺ ദ വർക്ക്, യാൺ ഓവർ സ്ലിപ്പ് സ്റ്റിച്ച് ഇൻ ടു ഫ്രണ്ട് തേർഡ് ലൂപ്പ്. ഓക്കെ, ഫ്രണ്ട് തേർഡ് ലൂപ്സ്, അതായത് നമ്മൾ വി സ്റ്റിച്ചിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ലൂപ്പിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം ആണ് നമ്മൾ ചെയ്യാം. ഓക്കെ,
ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ് ബാക്ക് പാനലിലും ചെയ്യുന്നത്. ഒരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് 2 ടൈംസ് ചെയ്യേണ്ട ആവശ്യമില്ല എൻഡിൽ വരുമ്പോൾ. അപ്പോൾ റോ 2-ൽ നമ്മളിതുപോലെ ഫ്രണ്ട് തേർഡ് ലൂപ്സിൽ നമുക്ക് യാൺ ഓവർ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം ടിൽ എൻഡ് വരെ സെയിം തന്നെ. അപ്പോൾ നമ്മൾ റോ 2 കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് റോ 3-ലേക്ക് പോകാം. റോ 3 ചെയ്യാനായിട്ട് ചെയിൻ 1, ടേൺ ദ വർക്ക്. ഇനി നമ്മൾ ബാക്ക് ലൂപ്സിൽ, ഓക്കെ, നമ്മൾ നേരത്തെ ഫ്രണ്ട് തേർഡ് ലൂപ്സിൽ ചെയ്തു. ഇനി നമുക്ക് ബാക്ക് ലൂപ്സിൽ ചെയ്യണം. സെയിം നമ്മളിതുപോലെ തന്നെ ടിൽ എൻഡ് വരെ കണ്ടിന്യൂ ചെയ്യുക. സോ റോ 3 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റോ 2 റോ 3യും നമ്മൾ റിപ്പീറ്റ് ചെയ്യുക നിങ്ങളുടെ വിഡ്ത്ത് അനുസരിച്ചിട്ട്. ഓക്കെ, സോ ഞാൻ ബാക്ക് പാനലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് പാനൽ ചെയ്ത അതേ മെഷർമെൻറ്റിൽ തന്നെ ഞാൻ ബാക്ക് പാനലും വിഡ്ത്തും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്ക് ലൈൻ ആണ്, ഷോൾഡർ ആണ് മെഷർ ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ലീവ്സ് അനുസരിച്ചിട്ട്, നമുക്ക് സ്ലീവ്ലെസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഷോൾഡറിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പം എൻ്റെ ഷോൾഡർ എനിക്ക് കുറച്ചും കൂടെ ഒരു ബോട്ട് നെക്ക് വൈഡിലാണ് എനിക്ക് നെക്ക് വേണ്ടത്. സോ അതുകൊണ്ട് തന്നെ ഞാനൊരു 10 റോസ് വെച്ചിട്ടാണ് ഞാൻ കൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാകാൻ വേണ്ടിയിട്ട് 10 റോസിലാണ് ഞാൻ ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആ ഒരു ഇതിലാണ് നെക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയിലൊന്ന് വെച്ച് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് സ്റ്റിച്ച് മാർക്ക് ചെയ്യുക. ഓക്കെ, സോ സെയിം രണ്ട് വശവും, അതായത് ഫ്രണ്ട് പാനലാണ് ബാക്ക് പാനൽ, സെയിം ഇത് തന്നെ മാർക്ക് ചെയ്യുക. ഓക്കെ, ഓക്കെ, ഇനി നമുക്കത് ജോയിൻ ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ യാൺ എടുക്കുക, സ്ലിപ്പ് നോട്ട് ഇടുക. ഇനി നമുക്കൊന്ന് യാൺ അറ്റാച്ച് ചെയ്യണം. അതായത് നിങ്ങളുടെ ഒരു സൈഡ് എടുക്കുക, എന്നിട്ട് ഫ്രണ്ട് പാനലും ബാക്ക് പാനലും സെയിം ഒരു ഇതുമില്ലാതെ സെയിമായിട്ട് തന്നെ സെയിം സ്റ്റിച്ചിൽ തന്നെ അതായത് സെയിം ലൂപ്പിൽ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് യാൺ അറ്റാച്ച് ചെയ്ത് ചെയിൻ 1 ചെയ്യുക, അതിനുശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക ടിൽ എൻഡ് സ്റ്റിച്ച് മാർക്കുക. ഓക്കെ, യാൺ അറ്റാച്ച് ചെയ്തു. ഇനി ഒരു ചെയിൻ 1 ചെയ്ത് ഒന്നുകൂടെ സെക്യൂർ ചെയ്യാം. ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അതായത് ഓരോ ലൂപ്പും 2 സൈഡിലെയും ലൂപ്സ് സെയിം ആവുന്ന രീതിയിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് 2 സൈഡും അതുപോലെ ഒന്ന് ജോയിൻ ചെയ്യാം. ഫൈനലി ഞാൻ 2 സൈഡും ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട്. സോ നെക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇനി നമുക്ക് ആം ഹോൾ ഏരിയ ആണ്. ആം ഹോൾ ഏരിയ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് നിങ്ങൾ ബോഡിയിൽ നോക്കിയിട്ട്, നിങ്ങളുടെ ബോഡിയിൽ വെച്ച് നോക്കിയിട്ട് ആം ഹോൾ എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 27 സ്റ്റിച്ചസാണ് ആം ഹോൾ ഏരിയയിൽ വിട്ടിട്ടുള്ളത്. അതായത് ഫ്രണ്ട് പാനൽ 27, ദെൻ ബാക്ക് പാനൽ 27. ഓക്കെ,
അപ്പോൾ സെയിം തന്നെ രണ്ട് സൈഡ്സും സെയിം ചെയിൻ തന്നെ അല്ലെങ്കിൽ സെയിം മെഷർമെൻറ്റിൽ തന്നെ ആം ഹോള് എടുക്കുക. ഇനി നമുക്ക് രണ്ട് സൈഡും ജോയിൻ ചെയ്യണം. സോ സ്റ്റിച്ച് മാർക്ക് ചെയ്ത ചെയിനിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ജോയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ യാൺ എടുക്കാം, സ്ലിപ്പ് നോട്ട് ഇടുക, അതിന് ശേഷം യാൺ അറ്റാച്ച് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ യാൺ അറ്റാച്ച് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് നമുക്ക് രണ്ട് സൈഡും ഒന്ന് ജോയിൻ ചെയ്യാം. രണ്ടും ഒരുപോലെ വെച്ചിട്ട് ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ ആം ഹോൾ ഏരിയയിൽ ഓപ്പൺ വരുന്നത് 27 സ്റ്റിച്ച് ഡിസ്റ്റൻസിലാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് രണ്ട് സൈഡും ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഞാനങ്ങനെ രണ്ട് സൈഡും ജോയിൻ ചെയ്തു. നമ്മൾ ആം ഹോൾ ഏരിയയും ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഒരു ടൈ കൊടുക്കണം. അതായത് നമ്മുടെ ബാക്ക് പോർഷനിൽ നമ്മളൊരു രണ്ട് സൈഡിലും ടൈ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ രണ്ട് സൈഡും ഒന്ന് ചേർത്ത് വെച്ചിട്ട്, അതായത് ഇറക്കം അസിമെട്രിക് പാർട്ടും പിന്നെ നമ്മുടെ നോർമൽ ബാക്ക് പാനലും കൂടെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ കുറവുള്ള ആ ഒരു ലെങ്ത് വരുന്നില്ലേ, ആ ഒരു ഡിസ്റ്റൻസിൽ ഓപ്പോസിറ്റ് സൈഡും മാർക്ക് ചെയ്യുക. കണ്ടോ? അതായത് ആ ലെങ്ത് കുറഞ്ഞ പാർട്ടിൽ നിന്ന് നമ്മൾ ബാക്ക് പാനൽ ചെയ്തതല്ലേ നമ്മൾ കുറവ്, അതിൽ നിന്ന് നമ്മൾ ഫ്രണ്ട് പാനലിലോട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ സൈഡിൽ നമുക്ക് ടൈ അറ്റാച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യാൺ അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം ചെയിൻ 2 ചെയ്യാം. ഓക്കെ, യാൺ അറ്റാച്ച് ചെയ്തതിന് ശേഷം 2 ചെയിൻസ് ചെയ്യാം. ദെൻ നമ്മൾ ഡബിൾ ക്രോഷ്യ, ഫസ്റ്റ് 5 ടൈംസ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയിൻ ചെയ്ത സ്പേസിൽ ചെയ്യും. ദെൻ നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യ നമ്മൾ നെക്സ്റ്റ് ചെയിനിൽ, അങ്ങനെ നമ്മൾ 5 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്.
അപ്പം ഞാൻ വീഡിയോയിൽ റോങ്ലി 6 ടൈംസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് വീതി അനുസരിച്ച് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ വിഡ്ത്ത് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. എനിക്ക് തോന്നുന്നു 5 ആണ്, 5 ഇനഫാണ്. ഓക്കെ, അപ്പോൾ ടൈ ചെയ്യാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. സോ ഞാൻ 5 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്കിത് കണ്ടിന്യൂ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയിൻ 2 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക, സെയിം നമ്മൾ 5 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇത് നമുക്ക് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത് അനുസരിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഞാൻ 31 റോസാണ് ചെയ്തത്. എനിക്ക് കറക്റ്റ് ലെങ്തായിട്ട് തോന്നി. സോ നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ ആവശ്യമനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലെങ്തിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ സെയിം നമ്മൾ സ്റ്റിച്ച് മാർക്ക് ചെയ്തെടുത്തും നമ്മൾ ഇതുപോലെ തന്നെ സെയിം ചെയ്യുക. 5 ഡബിൾ ക്രോഷ്യ ആ ഒരു സെയിം ലെങ്ത് തന്നെ ചെയ്യുക. ഓക്കെ, നിങ്ങൾ എത്ര റോസാണോ നമ്മൾ ഫസ്റ്റ് ചെയ്തത് ആ റോസ് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ടൈ ചെയ്യുന്നത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഫൈനലി ചെയ്യാൻ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മുടെ ബാക്ക് പാർട്ടിലെ പോർഷനിൽ നമുക്കതൊന്ന് ബാക്ക് ഇപ്പം നമ്മൾ വേറെ നിങ്ങൾക്ക് മനസ്സിലാവും, പുറകിൽ കുറച്ച് ലൂസ് പോലെ തോന്നും ബാക്കിൽ. സോ നമുക്ക് അതൊന്ന് ഫിറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് പാനലിൻ്റെ അറ്റത്ത് നമ്മളൊന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ടൈറ്റാക്കാൻ പോവുകയാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സ്മോൾ ഹുക്കാണ്. അതായത് നിങ്ങൾ ചെറിയ ഹുക്ക് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ എടുത്തിട്ട് ഫസ്റ്റ് അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം ആ ബാക്ക് പാനൽ മാത്രമേ ചെയ്യാവുള്ളൂ. ഓക്കെ, ബാക്ക് പാനൽ ഫുള്ള് നിങ്ങൾ ആ വി ഷേപ്പ് കാണുന്ന സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ എത്ര ചെയിനിൽ ചെയ്യുന്നോ അത്രയും നമ്മൾ ടൈറ്റ് ആവും. സോ നിങ്ങൾക്ക് എത്ര ടൈറ്റ് ആവണോ അതനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ആ വി സ്റ്റിച്ചിൽ മാത്രമേ ഞാൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. സോ ഇത് നമുക്ക് ടിൽ എൻഡ് വരെ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ അതും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ക്രോഷേ ടോപ്പ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇതൊരു എനിക്ക് എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു യാൺ ചൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ അൺവാണ്ടഡായിട്ടുള്ള കുറച്ച് യാൺസൊക്കെ ഇല്ലേ, അത് നമുക്കൊന്ന് നമ്മുടെ നീഡിൽ യൂസ് ചെയ്തിട്ട് നമുക്കൊന്നത് ഹൈഡ് ചെയ്യാം. നമ്മളെപ്പോഴും നമ്മുടെ വീഡിയോ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കളഞ്ഞാൽ മതി.
സോ നമ്മൾ ഫൈനലി ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് റൈറ്റ് സൈഡ് പുറത്ത് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് തിരിച്ചിട്ടു. സോ ഇതാണ് നമ്മുടെ ടോപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, നിങ്ങളുടെ നെക്കിൽ നമ്മൾ കൊടുക്കാതെ തന്നെ ആ ഒരു ഷേപ്പ്, ആ ഒരു ഡിസൈൻ പോലെ കിട്ടും. നല്ല രസമാണ് ആക്ച്വലി കാണാനും, വെയർ ചെയ്യുമ്പോഴും അടിപൊളിയാണ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടോപ്പ്. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ ഒരു ഓപ്പൺ വേണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഈ ഒരു ലെങ്ത് അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്താൽ മതി ബാക്ക് പാനലിലും. ഓക്കെ, അപ്പം സോ നമ്മൾ ബാക്കിൽ ടൈ ചെയ്യുമ്പോൾ ടോപ്പിൻ്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിറ്റ് അനുസരിച്ച് ടൈറ്റ് ചെയ്യുകയോ ലൂസ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രണ്ട് ലുക്ക്. അപ്പോൾ നമ്മുടെ അസിമെട്രിക്കൽ ക്രോഷ്യോ ടോപ്പ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് വെയർ ചെയ്യുമ്പോഴുള്ള ലുക്ക് കാണിച്ചു തരാം. സോ ഇതാണ് വെയർ ചെയ്തപ്പോൾ ഉള്ളൊരു ലുക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി ഒരു പ്രോജക്റ്റായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.